അപ്പോൾ കൽപ്പാത്തിയിൽ ഇന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ രണ്ടാം തേരുത്സവമാണ്. രണ്ടാം തേരുത്സവത്തിൽ മന്ദക്കര മഹാഗണപതി തേരിലേറി. തേര് വലിക്കാനും രഥോത്സവം കാണാനും ഇന്നും ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. നാളെയാണ് ദേവരഥ സംഗമം. പല്ലക്കിലേറി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയെ കണ്ട് അനുമതി വാങ്ങിയാണ് മന്ദക്കര മഹാഗണപതി രഥപ്രയാണത്തിന് തേരിലേറിയത്. പുഷ്പഫലാദികളാൽ അലങ്കരിച്ച തേരിലേറിയ ഗണപതിയെ ഭക്തർ കൽപ്പാത്തി തെരുവിലൂടെ ആനയിച്ചു. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തേരിലുള്ളുമ്പോൾ കൽപ്പാത്തിയിലുണ്ട്. രഥോത്സവമൊക്കെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവങ്ങളാണ്. അതിന് തുടർച്ചയുണ്ടാകും, എല്ലാ വർഷവും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭാഗമാകുന്ന ഉത്സവത്തിന്റെ ഭാഗമാകുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതിമാരും ഗണപതിയും വള്ളി സമേത സുബ്രഹ്മണ്യ സ്വാമിയും ഒന്നാം തേരുത്സവമായി ഇന്നലെ തേരിലേറി പ്രദക്ഷിണം ആരംഭിച്ചിരുന്നു. നാളെ പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാളും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയും തേരിലേറുന്നതോടെ ദേവരഥ സംഗമത്തിലേക്കുള്ള രഥപ്രയാണം ആരംഭിക്കും. നാളെ വൈകിട്ടാണ് തേരുമുട്ടിയിൽ പ്രസിദ്ധമായ ദേവരഥ സംഗമം നടക്കുക. 24 പാലക്കാട്.